ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം നടപ്പിലാക്കി. പൊറൂർ ALP സ്കൂൾ സർക്കാർ നൽകിയ യൂണിഫോമിനൊപ്പം ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടികൾ. രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് സ്കൂളിൽ സ്പോർട്സ് യൂണിഫോം നടപ്പിലാക്കുന്നത്. എനർജിയ 2025 കായിക പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരവുമായ ശ്രീ യു ഷറഫ് അലി സ്പോർട്സ് യൂണിഫോം പ്രകാശനവും കായിക പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂളിൻ്റെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൻ്റെ നിലവാരത്തിൽ ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ പ്രത്യേകത തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയ ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെയുള്ള സ്റ്റാഫ്, PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PTA അംഗങ്ങൾ, എല്ലാറ്റിലും ഉപരി നേതൃത്വം കൊടുക്കുന്ന മാനേജർ, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മാനേജറെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കായിക വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ആരാധ്യനായ കായിക വകുപ്പ് മന്ത്രി, തൻ്റെ വകുപ്പിനെ ഏതൊക്കെ രീതിയിൽ മികച്ചതാക്കാൻ കഴിയുമോ അത്തരം രീതികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലൊരു മികച്ച കായിക നയം സൃഷ്ടിക്കുകയും കായിക രംഗത്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കുകയും ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കിയ ഒരു മഹാവ്യക്തിയാണ്. PTA പ്രസിഡന്റ് A. മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ അനിത കല്ലേരി മുഖ്യാതിഥിയായ ചടങ്ങിൽ പ്രധാനാധ്യാപിക V. ഹർഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M. ജൗഹറ നന്ദിയും പറഞ്ഞു. SRG കൺവീനർ MK ലക്ഷ്മി ദേവി പദ്ധതി വിശദീകരിച്ചു. കല ടീച്ചർ ജലീൽ, ഷംസിയ, ബുഷ്ര എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. കുട്ടികളെ കായിക പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം ശാരീരികവും സാമൂഹികവും വൈകാരികവുമായ വികാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായിക പദ്ധതി ലക്ഷ്യം. സ്കൂളിൽ ഒരു കായിക ലാബ്, കരാട്ടെ, ചെസ്, കളരിപ്പയറ്റ്, സ്കേറ്റിംഗ്, നീന്തൽ, ഫുട്ബോൾ, ജിംനാസ്റ്റിക് തുടങ്ങിയ പരിശീലനങ്ങൾ, രക്ഷിതാക്കൾക്കായി കായികമേള, കൂടാതെ വിവിധ മത്സരങ്ങളും ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. എൻ്റെ ഗോൾ ലഹരിക്കെതിരെ എന്ന സന്ദേശമുയർത്തി നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് ക്യാമ്പയിൻ കുട്ടികളിൽ ആവേശമുയർത്തി. കറാട്ടെ, കളരി എന്നിവയുടെ അഭ്യാസ പ്രകടനവും നടന്നു. നിരവധി രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ടുഡേ, പൊറൂർ. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.